ഈശോയിൽ സ്നേഹമുള്ളവരെ, പുതുപ്പാടി വിൻസെൻഷൻ ജൂബിലി ധ്യാന കേന്ദ്രത്തിൽ നിന്നും ഏവർക്കും പ്രാർത്ഥനാശംസകൾ. ജൂബിലാത്തെ വചനവിരുന്നിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്നേഹമുള്ളവരെ, ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ നമ്മുടെ ജീവിതത്തിൽ അനുഭവപ്പെടുന്ന ഏകാന്തതയെയും ഒറ്റപ്പെടലുകളെയും നമുക്ക് അതിജീവിക്കാൻ സാധിക്കും എന്നുള്ള വിഷയമാണ് നമ്മൾ ധ്യാനിക്കുക. സങ്കീർത്തനം 25 16-17 തിരുവചനങ്ങളിൽ നമ്മളിങ്ങനെ വായിക്കുന്നു: ദയ തോന്നി എന്നെ കടാക്ഷിക്കണമേ, ഞാൻ ഏകാകിയും പീഡിതനുമാണ്, എൻ്റെ ഹൃദയവ്യഥകൾ ശമിപ്പിക്കണമേ, മനക്ലേശത്തിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ. അപ്പോൾ സങ്കീർത്തകൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്: ഞാൻ ഏകാകിയാണ്, ഞാൻ പീഡിതനാണ്, ഒത്തിരി ഹൃദയവ്യഥകളുണ്ട്, ഒത്തിരി മനക്ലേശങ്ങളുണ്ട്, അതിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ എന്ന് അദ്ദേഹം ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. വാസ്തവത്തിൽ വളരെ അർത്ഥവത്തായ ഒരു പ്രാർത്ഥനയാണ്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഒത്തിരിയേറെ ആളുകൾ ഏകാന്തതയിൽ, അതോടൊപ്പം തന്നെ ഒത്തിരിയേറെ മനക്ലേശങ്ങളിൽ, ഹൃദയവ്യഥകളിൽ, അനാഥത്വത്തിൻ്റെ അനുഭവങ്ങളിൽ കഴിയുന്നവരുണ്ട്. പുറമേ നോക്കുമ്പോൾ എല്ലാമുണ്ട്, എല്ലാവരുമുണ്ട്. പക്ഷെ എല്ലാവരും ഉള്ളപ്പോഴും ജീവിതത്തിൽ അനാഥത്വം അനുഭവപ്പെടുന്ന അനേകർ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ പല ഭവനങ്ങളിലുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈശോ ഒരിക്കൽ ശിഷ്യന്മാരോട് പറഞ്ഞത്, യോഹന്നാന്റെ സുവിശേഷം 14 18 തിരുവചനത്തിൽ, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. അപ്പോൾ യേശുവിൻ്റെ ശിഷ്യന്മാർക്കും ജീവിതത്തിൽ ഈ അനാഥത്വം, ഏകാന്തത, മനക്ലേശം അനുഭവപ്പെടാമെന്ന് ഈശോ നേരത്തെ തന്നെ അറിഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ഈശോ വാഗ്ദാനം ചെയ്ത്, ഞാൻ നിങ്ങളെ അനാഥരായി ഒരിക്കലും വിടുകയില്ല. ഏതാനും നാളുകൾക്ക് മുമ്പ് ഒരു അപ്പച്ചനും അമ്മച്ചിയും പ്രാർത്ഥിക്കാൻ വന്നു. അപ്പോൾ അപ്പച്ചനൊരു വലിയ ഓപ്പറേഷനുണ്ട്, സർജറി ഉണ്ട്. അപ്പോൾ ആശുപത്രിയിലേക്ക് പോവുകയാണ്. പ്രായമായ അപ്പച്ചനും അമ്മച്ചിയും അവർ ആശുപത്രിയിൽ പോകുന്നതിന് മുമ്പ് ഒന്ന് പ്രാർത്ഥിക്കാനും ഒരു ധൈര്യം കിട്ടാനും ദൈവാനുഗ്രഹത്തിനൊക്കെ ആയിട്ട് വന്നു. അപ്പോൾ ഇങ്ങനെ രോഗവിവരങ്ങളൊക്കെ പറഞ്ഞു അങ്ങനെ ആശുപത്രിയിലേക്ക് പോവുകയാണ്. നല്ല സമ്പന്ന കുടുംബത്തിലെ ഒരു അപ്പച്ചനും അമ്മച്ചിയാണ്. അപ്പോൾ അവരിങ്ങനെ പറഞ്ഞു, ഞങ്ങളുടെ കൂടെ നിൽക്കാൻ ആരുമില്ല അച്ചോ, ഒരാളെ ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, എത്ര മക്കളുണ്ട്? അപ്പോൾ അവർ പറഞ്ഞു, 6 മക്കളുണ്ട്, എല്ലാവരും വിദേശത്താണ്, എല്ലാവരും നല്ല മക്കളാണ്, അവർക്ക് ഞങ്ങളോട് നല്ല സ്നേഹമൊക്കെ ഉണ്ട്, അവരിഷ്ടം പോലെ പണം ഞങ്ങൾക്ക് അയച്ചു തരുന്നുണ്ട്, എല്ലാ ദിവസവും ഞങ്ങൾ ഫോൺ ചെയ്യുന്നുണ്ട്, അവർ നല്ല മക്കളാണ്, ഞങ്ങൾ തന്നെയൊക്കെയാണ് അവരെ പ്രോത്സാഹിപ്പിച്ചൊക്കെ വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ അയച്ചത്. എന്നാൽ ഇപ്പോൾ ഈ വാർദ്ധക്യത്തിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് ഈ ഞാനും ഭാര്യയും മാത്രമായിട്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ, ആശുപത്രിയിൽ പോക്കും മറ്റു കാര്യങ്ങളൊക്കെ ആകുമ്പോൾ വലിയൊരു ഏകാന്തത അനുഭവപ്പെടുന്നു. മക്കളൊക്കെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് മനസ്സാഗ്രഹിക്കുന്നു. പ്രായമായില്ലേ, പണ്ടത്തെ പോലെ ധൈര്യമൊന്നുമില്ല, ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ പോലും ഭയമുണ്ടാകുന്നു. പണ്ടത്തേതുപോലെ ആ സ്പീഡിലും വേഗതയിലൊന്നും ചെയ്യാനും സാധിക്കുന്നില്ല. മനസ്സിലൊത്തിരി അസ്വസ്ഥതയുണ്ട്, വലിയൊരു ഏകാന്തത, ഒറ്റപ്പെടൽ ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട്. മക്കളൊക്കെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞങ്ങൾ പലപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട്. മക്കൾ ഞങ്ങളെ കൊണ്ടുപോകാൻ തയ്യാറാണ്, വിദേശത്തേക്ക് കൊണ്ടുപോകാൻ തയ്യാറാണ്. പക്ഷെ അവിടെ പോയിട്ട് അവിടുത്തെ കാലാവസ്ഥയും അവിടുത്തെ തണുപ്പും അവിടെ അങ്ങനെ ഒറ്റപ്പെട്ട് കഴിയാനും ഞങ്ങൾക്ക് താല്പര്യമില്ല. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ വീട്ടിൽ തന്നെ കഴിയുന്നത്. സ്നേഹമുള്ളവരെ, ഇപ്പോൾ ആ അപ്പച്ചനും അമ്മച്ചിയോട് സംസാരിച്ചപ്പോൾ നമുക്ക് മനസ്സിലാകുന്നൊരു വലിയ സത്യം, അവരുടെ വീട്ടുകാരെല്ലാവരും നല്ലവരാണ്, മക്കളെല്ലാവരും സ്നേഹമുള്ളവരാണ്, നല്ലവരാണ്, അവരെല്ലാ ദിവസവും ഫോൺ ചെയ്യുന്നുണ്ട്, അതോടൊപ്പം പണം ആവശ്യത്തിനധികം അയച്ചു കൊടുക്കുന്നുണ്ട്, അപ്പനെയും അമ്മയും അന്വേഷിക്കുന്നുണ്ട്. എങ്കിൽ പോലും എല്ലാവരും ഉള്ളപ്പോഴും ഇവർക്കൊരു അനാഥത്വം അനുഭവപ്പെടുക. കാരണം മക്കളൊക്കെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ, വീട്ടിലെല്ലാവരും ഒരുമിച്ച് കഴിയാൻ സാധിച്ചിരുന്നെങ്കിൽ എന്നൊക്കെ അവർ ആഗ്രഹിക്കുക. ഇന്ന് നമ്മുടെ ഈ കേരളത്തിലെ സാഹചര്യങ്ങളൊക്കെ എടുത്താൽ എത്രയോ കുടുംബങ്ങളിലാണ് ഈ വാർദ്ധക്യത്തിലെത്തിയ അപ്പനും അമ്മയും മാത്രമായിട്ട് കഴിയുന്നത്.
തീർച്ചയായിട്ടും വിദേശത്തൊക്കെ ഉള്ള അവരുടെ മക്കൾ ആവശ്യത്തിലുള്ളതൊക്കെ അയച്ചു കൊടുക്കുന്നുണ്ട്, പണം അയച്ചു കൊടുക്കുന്നുണ്ട്, വീഡിയോ കോൾ വിളിക്കുന്നുണ്ട്, അവരെ സ്നേഹിക്കുന്നുണ്ട്, എല്ലാം സത്യം. പക്ഷെ എല്ലാം ഉണ്ടെങ്കിലും എത്രയോ മനുഷ്യരാണ് എല്ലാം ഉള്ളപ്പോഴും എല്ലാവരും ഉള്ളപ്പോഴും അനാഥത്വത്തിൽ കഴിയുന്നത്, ഏകാന്തതയിൽ കഴിയുന്നത്, മനക്ലേശങ്ങളിൽ കഴിയുന്നത്. ഇവിടെ കർത്താവിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്, ഞാൻ നിങ്ങളെ അനാഥരായിട്ട് വിടുകയില്ല. അപ്പോൾ യേശുവിൻ്റെ വലിയൊരു വാഗ്ദാനമാണത്. യേശു ശിഷ്യന്മാരുടെ ജീവിതത്തിൽ അവർക്ക് അനാഥത്വം അനുഭവപ്പെടാൻ ഇടയുണ്ടെന്ന് മനസ്സിലാക്കി യേശു ഈ ഭൂമിയിൽ നിന്ന് പിതാവിൻ്റെ അരികിലേക്ക് പോകുമ്പോൾ, യേശുവിൻ്റെ മരണവും മരണത്തിന് ശേഷവും പിതാവിൻ്റെ അരികിലേക്ക് പോയി കഴിയുമ്പോൾ ശിഷ്യന്മാർക്ക് വലിയ അനാഥത്വം, ഏകാന്തത, ഒറ്റപ്പെടൽ അനുഭവപ്പെടുമെന്ന് ഈശോയ്ക്ക് നേരത്തെ അറിയാമായിരുന്നു. അപ്പോൾ ഈശോ അവരെ ആശ്വസിപ്പിച്ചു, ഞാൻ നിങ്ങൾ അനാഥരായിട്ട് വിടുകയില്ല. ഈശോ പറഞ്ഞതുപോലെ തന്നെയാണ് പിന്നീട് സംഭവിച്ചത്. ഈശോയുടെ മരണത്തിന് ശേഷം അവരുടെ ജീവിതത്തിൽ അവർക്ക് വലിയ ശൂന്യത അനുഭവപ്പെട്ടു, അവർക്ക് വലിയ ഏകാന്തത അനുഭവപ്പെട്ടു, അവർക്ക് വലിയ അനാഥത്വം അനുഭവപ്പെട്ടു. കാരണം 3 വർഷത്തോളം ഒരു വലിയ കൂട്ടായ്മയായിരുന്നു, നല്ലൊരു കൂട്ടായ്മയായിരുന്നു. ഈശോയുമായിട്ട് ഒരുമിച്ച് നടക്കുന്നു, ഈശോയുമായിട്ട് ഒരുമിച്ച് യാത്ര ചെയ്യുന്നു, ഈശോയുടെ കൂടെ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നു, ഈശോയുടെ കൂടെ വഞ്ചിയിൽ ഒരുമിച്ച് യാത്ര ചെയ്യുന്നു, മീൻ പിടിക്കുന്നു, ഈശോയുടെ കൂടെ ഈശോ പ്രവർത്തിക്കുന്ന അത്ഭുതങ്ങളൊക്കെ കണ്ട് നടക്കുന്നു. വലിയ ജനക്കൂട്ടങ്ങൾ ഈശോയുടെ ചുറ്റും വരുമ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ നിന്ന് അവരെ നിയന്ത്രിക്കുന്നു. ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയൊരു കൂട്ടായ്മ, ഈശോ ഉണ്ടായിരുന്നപ്പോൾ ഒരു വലിയ സ്നേഹം, സന്തോഷം ഒക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. കാരണം ഈ 3 വർഷക്കാലം അവർ അനുഭവിച്ചത് അതുപോലെയുള്ളൊരു നല്ലൊരു അനുഭവമായിരുന്നു. എന്നാൽ ഈശോയുടെ മരണത്തിന് ശേഷം ഈശോ ഈ ലോകം വിട്ട് ദൈവസന്നിധിയിലേക്ക് പോയപ്പോൾ അവർക്ക് അവരുടെ ജീവിതത്തിൽ വലിയ അനാഥത്വം അനുഭവപ്പെടുകയാണ്. ഈശോയുടെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന കൂട്ടായ്മ അവർക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ്. പക്ഷേ അവർക്ക് ഈശോ നൽകിയ വാഗ്ദാനം ഇതായിരുന്നു, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ഞാൻ പിതാവിനോട് അപേക്ഷിക്കും, നിങ്ങളോടൊപ്പമായിരിക്കാൻ ഒരു സഹായകനെ പിതാവ് തരും, അതോടൊപ്പം ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കുകയും ചെയ്യും. സ്നേഹമുള്ളവർ, ഈശോയുടെ ആ വാഗ്ദാനം പോലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരിൽ വന്ന് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ അവരുടെ ഏകാന്തത പോയി, അവരുടെ ഭയം പോയി, അവരുടെ അസ്വസ്ഥതകൾ പോയി, അവരുടെ സങ്കടം പോയി, അവരുടെ മനക്ലേശങ്ങൾ വിട്ടുപോയി, ഹൃദയബദ്ധകൾ സുഖപ്പെട്ടു. പരിശുദ്ധാത്മാവ് അവർക്ക് വ്യക്തമായ ദിശാബോധം നൽകി, ജീവിതത്തെക്കുറിച്ചുള്ള വ്യക്തമായ ലക്ഷ്യം നൽകി. എങ്ങനെ മുമ്പോട്ട് പോകണം, എങ്ങനെ ജീവിക്കണം, എങ്ങനെ ശുശ്രൂഷ ചെയ്യണം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരെ സഹായിച്ചു. ഇപ്പം സ്നേഹമുള്ളവരെ, നമ്മൾ നമ്മുടെ ജീവിതങ്ങളെക്കുറിച്ച് ഈ കാലഘട്ടത്തിൽ പ്രത്യേകമായിട്ട് ചിന്തിക്കുമ്പോൾ ഇതുപോലെ ഒരു അനാഥത്വം, യേശുവിൻ്റെ ശിഷ്യന്മാർക്ക് അനുഭവപ്പെട്ടതുപോലെ അനാഥത്വം നമ്മുടെ കുടുംബങ്ങളിൽ ഇന്ന് പലരും അനുഭവിക്കുന്നുണ്ട്. ചില കുടുംബങ്ങളിൽ മാതാപിതാക്കൾ ഒറ്റയ്ക്കാണ്, ചില കുടുംബങ്ങളിൽ ഭാര്യയും മക്കളുമുണ്ട്, ഭർത്താവ് പുറത്താണ്, വിദേശത്താണ്. ചില കുടുംബങ്ങളിൽ അപ്പനും മക്കളുമുണ്ട്, ഭാര്യ വിദേശത്താണ്. ചില കുടുംബങ്ങളിൽ ഭാര്യയും ഭർത്താവുമുണ്ട്, പക്ഷേ മക്കൾ പലയിടങ്ങളിലാണ്. ചില കുടുംബങ്ങളിൽ ഭാര്യയും ഭർത്താവും വീട്ടിലുണ്ടെങ്കിലും ഒരാളെ അവഗണിക്കുന്നു, സംസാരിക്കുന്നില്ല. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു സഹോദരി പറയായിരുന്നു, എൻ്റെ ഭർത്താവിന് ദേഷ്യം വന്നാൽ ചിലപ്പോൾ 1 മാസമൊക്കെ മിണ്ടാതെ നടക്കും, എനിക്കത് വലിയ വേദനയാണ്, എനിക്കത് വലിയ ഒരു അവഗണനയാണ്. അതെ, ചിലപ്പോൾ ചില കുടുംബങ്ങളിൽ അങ്ങനെ സംഭവിക്കും. ചില ഭാര്യമാർ ഭർത്താക്കന്മാരായി വഴക്കിട്ടാലും ഇങ്ങനെ ചിലപ്പോൾ 1 മാസം 2 മാസമൊക്കെ മിണ്ടാതെ നടക്കും. അത് വലിയൊരു വേദനയാണ്. അപ്പോൾ എല്ലാവരും ഉള്ളപ്പോഴും ഏകാന്തത അനുഭവപ്പെടുക, അനാഥത്വം അനുഭവപ്പെടുക, കൂടെ ആരുമില്ല എന്ന ചിന്ത വരിക, അങ്ങനെ ഒറ്റപ്പെടലിൽ കഴിയുന്ന അനേകർ ഇന്നത്തെ ലോകത്തിലുണ്ട്. എത്രയോ കുട്ടികളാണ് ഈ ഒറ്റപ്പെടലിൽ കഴിയുന്നവർ. കഴിഞ്ഞ ദിവസം ഒരു സഹോദരി എൻ്റെ അടുത്ത് പറഞ്ഞു, അവർക്ക് വിദേശത്ത് നല്ല ജോലി ഉണ്ടായിരുന്നു, നല്ല സാലറിയുള്ള ജോലി ഉണ്ടായിരുന്നു. ആ ജോലിയൊക്കെ വേണ്ട എന്ന് വെച്ച് നാട്ടിലേക്ക് വന്നു. അപ്പോൾ നാട്ടിലേക്ക് വന്നതിൻ്റെ കാരണം എന്താ നാട്ടിലേക്ക് വന്നതെന്ന് ഞാൻ ആ സഹോദരി ചോദിച്ചപ്പോൾ സഹോദരി പറഞ്ഞു, അച്ഛാ, എൻ്റെ കൊച്ചുകുട്ടി എപ്പോഴും വിളിച്ച് എന്നോട് പറയും, എൻ്റെ കൂട്ടുകാരുടെയൊക്കെ അമ്മമാർ സ്കൂളിൽ വരുന്നുണ്ട്, എൻ്റെ അമ്മ മാത്രം വരുന്നില്ല, എനിക്ക് ഭയങ്കര സങ്കടമാണ്. അമ്മ അവിടെ നിന്ന് സമ്പാദിക്കൊന്നും വേണ്ട, അമ്മ നാട്ടിലേക്ക് വാ എന്ന് പറഞ്ഞ് കൊച്ചുകുട്ടി ഇടയ്ക്കിടയ്ക്ക് അമ്മയോട് പറയുമായിരുന്നു. അപ്പോൾ ഈ കൊച്ചുകുട്ടി എപ്പോഴും സങ്കടത്തോട് അമ്മയോട് ഇങ്ങനെ പറയാൻ തുടങ്ങി, മറ്റുള്ളവർക്കൊക്കെ അവരുടെ അമ്മമാരുണ്ട്, എൻ്റെ അമ്മ മാത്രമില്ല. അത് അവന് വലിയൊരു സങ്കടമായി മാറി ആ കുട്ടിക്ക്. ഇപ്പോൾ ആ അമ്മ ആ കുട്ടിയുടെ സങ്കടം മനസ്സിലാക്കി
വലിയ ശമ്പളം കിട്ടിയിരുന്ന ജോലിയൊക്കെ ഒഴിവാക്കി നാട്ടിലേക്ക് വന്നു. അപ്പോഴാണ് ഞാൻ അവരെ കാണുന്നത്. വാസ്തവത്തിൽ ആ കുട്ടികൾക്കും ഇങ്ങനെയുള്ളൊരു അനാഥത്വം അനുഭവപ്പെടാം. എല്ലാം ഉണ്ട്, അമ്മയുണ്ട്, അപ്പനുണ്ട്, സമ്പത്തുണ്ട്, എല്ലാം ഉണ്ടെങ്കിലും ഒന്നുമില്ലാത്തതുപോലെയുള്ള മനക്ലേശങ്ങളും പീഡകളും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവത്തിനാണ് നമ്മുടെ ജീവിതത്തിലെ ഏത് അനാഥത്വവും, ഏത് ഏകാന്തതയും, ഏത് മനക്ലേശവും എടുത്തു മാറ്റാൻ സാധിക്കുക എന്ന് കർത്താവിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. ആധുനിക കാലഘട്ടത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മനുഷ്യർ കൂടുതൽ ആശ്രയിക്കുന്നത് ഈ സോഷ്യൽ നെറ്റ്വർക്ക്സിലാണ്. അതായത് പലരുടെയും ജീവിതത്തിൽ അവർക്ക് ഇൻസ്റ്റാഗ്രാം ഉണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്, വാട്സാപ്പ് ഉണ്ട്. അങ്ങനെ സോഷ്യൽ നെറ്റ്വർക്കിൽ ഒത്തിരിയേറെ സുഹൃത്തുക്കളുണ്ട്. ചിലർക്കൊക്കെ ലക്ഷക്കണക്കിന് സുഹൃത്തുക്കളും ആരാധകരുമുണ്ട്. പക്ഷെ നമ്മൾ അതിശയിപ്പിക്കുന്ന ഒരു കാര്യം, ഇതൊക്കെ ഉണ്ട്, അതിൻ്റെ സന്തോഷങ്ങൾ ജീവിക്കുമ്പോഴും ചില പ്രശസ്തരായ വ്യക്തികൾ ആത്മഹത്യ ചെയ്യുമ്പോൾ അവരുടെ ആത്മഹത്യക്കുറിപ്പൊക്കെ വായിക്കുമ്പോൾ ചിലപ്പോൾ ചില സിനിമ നടികൾ അല്ലെങ്കിൽ അതുപോലെ പ്രശസ്തരായിട്ടുള്ളവർ അവരുടെ ആത്മഹത്യാക്കുറിപ്പിലൊക്കെ നമ്മൾ കാണുന്ന കാര്യം, ഞാൻ ഒറ്റപ്പെട്ടു, എനിക്കാരുമില്ല, എന്നെ സ്നേഹിക്കാൻ ആരുമില്ല എന്നൊക്കെയാണ് പലരും ആത്മഹത്യാക്കുറിപ്പിൽ എഴുതി വച്ചിരിക്കുന്നത്. എന്നാൽ ഇവരുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകളിലും അല്ലെങ്കിൽ ഫേസ്ബുക്ക് അക്കൗണ്ടിലും ഒക്കെ ഇവർക്ക് ലക്ഷക്കണക്കിന് ആരാധകരുണ്ട്, ലക്ഷക്കണക്കിന് ആളുകൾ അവരെ ഫോളോ ചെയ്യുന്നുണ്ട്, അവർക്ക് ലൈക്ക് അടിക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് ആരും തങ്ങളെ വേണ്ട വിധത്തിൽ സ്നേഹിക്കുന്നില്ല എന്ന ശൂന്യത. സ്നേഹമുള്ളവരെ, ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നൊരു വലിയ സത്യം, ഈ ഡിജിറ്റൽ ലോകത്തിലുള്ള ബന്ധങ്ങൾക്കൊന്നും ആഴമായിട്ടുള്ള ഒരു സംതൃപ്തി, ആഴമായിട്ടുള്ളൊരു സന്തോഷം നൽകുവാൻ സാധിക്കുകയില്ല. ഈ ഡിജിറ്റൽ ലോകത്തിലാണ് ഇന്ന് മനുഷ്യർ കൂടുതൽ പേരും അതിലിങ്ങനെ സന്തോഷിച്ചൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ആഴമായൊരു ബന്ധം അവിടെയില്ല, വളർത്തുന്ന ബന്ധങ്ങൾ അവിടെയില്ല, നിലനിർത്തുന്ന ബന്ധങ്ങളില്ല. അതുകൊണ്ടല്ലേ കുട്ടികളുടെ ഇടയിലൊക്കെ ഇത്രമാത്രം ആത്മഹത്യകളും വലിയ പ്രതിസന്ധികളും കടന്നു വരുന്നു. അവരൊക്കെ ഡിജിറ്റൽ വേൾഡിലുണ്ട്, പക്ഷെ അതൊന്നും അവർക്ക് വേണ്ട വിധത്തിൽ ഒരു ശക്തി പകരുന്നില്ല. ഇവിടെ കർത്താവ് നമ്മളെ പഠിപ്പിക്കുകയാണ്, കർത്താവ് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും കൂടെയുണ്ടാകും. കർത്താവ് നമ്മുടെ അനാഥത്വം എടുത്തു മാറ്റും. യേശുവിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കും. പ്രത്യേകിച്ച് ഈ കാലഘട്ടം, കോവിഡ് മഹാമാരി, യുദ്ധങ്ങൾ, പലയിടങ്ങളിലുള്ള ആക്രമണങ്ങൾ, ഇങ്ങനെയുള്ള പല പ്രതിസന്ധികൾ മൂലം ഒരു അരക്ഷിതാവസ്ഥ ഈ ലോകത്തിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ പലരുടെയും ജീവിതങ്ങളിൽ ഒത്തിരിയേറെ ഉത്കണ്ഠകളുണ്ട്, ആകുലതകളുണ്ട്, ഒറ്റപ്പെടലുകളുണ്ട്. ഇവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരേണ്ടതുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ നമ്മൾ അവയെ അതിജീവിക്കേണ്ടതുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 41 അധ്യായം 10 തിരുവചനത്തിൽ വചനം പഠിപ്പിക്കുകയാണ്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം, ഞാൻ നിന്നെ ശക്തിപ്പെടുത്തും, സഹായിക്കുകയും ചെയ്യും, എൻ്റെ വിജയകരമായ വലതുകരം കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. കർത്താവ് പറയും, ഞാൻ നിന്റെ കൂടെ ഉണ്ടാകും, ഞാൻ നിന്നെ സഹായിക്കും, നിന്റെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കും. തിമോത്തിക്ക് എഴുതിയ 2 ലേഖനം 1:7, ഭീരുത്വത്തിൻ്റെ ആത്മാവിനെയല്ല ദൈവം നമുക്ക് നൽകിയത്, ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും ആത്മനിയന്ത്രണത്തിൻ്റെയും ആത്മാവിനെയാണ്. സ്നേഹമുള്ളവരെ, ഈശോ വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവ്, നമ്മുടെ അനാഥത്വം എടുത്തു മാറ്റുന്ന, നമ്മുടെ ഒറ്റപ്പെടലുകളെ എടുത്തു മാറ്റുന്ന ആ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ വന്ന് നിറയാൻ, നമ്മുടെ കുടുംബങ്ങളിൽ വന്ന് നിറയാൻ നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. തുടർന്നുള്ള ആരാധനയിൽ പ്രത്യേകമായിട്ട് ഈ കൃപ നമ്മളിൽ നിറയാനും പരിശുദ്ധാത്മ അഭിഷേകം ലഭിക്കുവാൻ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. തിരുവോസ്തിയിൽ വാഴുമീശോ, തിരുമുൻപിലണയുന്നു ഞങ്ങൾ, ഉരുകുന്ന ഹൃദയത്തിൻ നൊമ്പരങ്ങൾ കരതാരിലേകുന്നു ഞങ്ങൾ. തിരുവോസ്തിയിൽ വാഴുമീശോ, തിരുമുൻപിലണയുന്നു ഞങ്ങൾ, ഉരുകുന്ന ഹൃദയത്തിൻ നൊമ്പരങ്ങൾ
കരതാരിലേകുന്നു ഞങ്ങൾ. നീ വന്നു ശാന്തിയേകൂ, നീ വന്നു സൗഖ്യമേകൂ, നീ വന്നു ജീവനേകൂ, ഞങ്ങളിൽ വാസമാകൂ. നീ വന്നു ശാന്തിയേകൂ, നീ വന്നു സൗഖ്യമേകൂ, നീ വന്നു ജീവനേകൂ, ഞങ്ങളിൽ വാസമാകൂ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, ദിവ്യകാരുണ്യ ഈശോ നമ്മുടെ തൊട്ടടുത്തുണ്ട്, തൊട്ടരികിലുണ്ട്, നമ്മുടെ ഭവനത്തിലുണ്ട്. ദിവ്യകാരുണ്യ ഈശോയുടെ കരങ്ങളിൽ നമ്മുടെ ജീവിതത്തെയും കുടുംബത്തെയും നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിക്കാം, നമ്മുടെ മക്കളെ സമർപ്പിക്കാം, രോഗികളായിരിക്കുന്നവരെ സമർപ്പിക്കാം. കർത്താവെ, ഞങ്ങൾ അനുഗ്രഹിക്കണമേ, സുഖപ്പെടുത്തണമേ എന്ന് നമുക്കിന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ളവരെ, കർത്താവ് വചനത്തിലൂടെ നമ്മോട് സംസാരിക്കുകയായിരുന്നു. ഞാൻ നിങ്ങളെ അനാഥരായിട്ട് വിടുകയില്ല. യേശുവിൻ്റെ മരണത്തിന് ശേഷം യേശുവിൻ്റെ ശിഷ്യന്മാർക്ക് അനാഥത്വം അനുഭവപ്പെടും. തങ്ങൾ ഒറ്റയ്ക്കാണ്, ആരുമില്ല, സഹായിക്കാൻ സ്നേഹിക്കാൻ ആരുമില്ല. ഏകാന്തത അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരും, മനക്ലേശങ്ങൾ കടന്നു വരും എന്ന് മനസ്സിലാക്കി ഈശോ അവരോട് നേരത്തെ തന്നെ പറഞ്ഞു, ഞാൻ നിങ്ങൾ അനാഥരായി വിടുകയില്ല. ഈശോ പറഞ്ഞതും ഈശോ കണ്ടതും എല്ലാം എത്ര സത്യമായിരുന്നു. ഈശോയുടെ മരണത്തിന് ശേഷം യേശുവിൻ്റെ ശിഷ്യന്മാർക്ക് വലിയ ഒറ്റപ്പെടലുണ്ടായി, വലിയ ഏകാന്തതയുണ്ടായി, സങ്കടങ്ങളുണ്ടായി. അവർ അനാഥരായ പോലെയായി. അവർ ആ ദിവസങ്ങളിൽ ഓർത്തു കഴിഞ്ഞ 3 വർഷക്കാലത്തെ കൂട്ടായ്മയുടെ സന്തോഷം, യേശുവിൻ്റെ കൂടെ നടന്നതും, യേശുവിൻ്റെ കൂടെ ഭക്ഷണം കഴിച്ചതും, യേശുവിൻ്റെ കൂടെ കടലിൽ യാത്ര ചെയ്തതും, യേശുവിൻ്റെ കൂടെ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചതും എല്ലാം അവരോർത്തു. എത്ര സന്തോഷം നിറഞ്ഞ ദിവസങ്ങളായിരുന്നു. പക്ഷേ ഇപ്പോൾ അവർക്ക് വലിയൊരു അനാഥത്വം, ആരുമില്ലാത്തതുപോലെയുള്ള അനുഭവം. അവിടെ ഈശോ അവർക്ക് വേണ്ടി ദൈവത്തിൻ്റെ ആത്മാവിനെ, പരിശുദ്ധാത്മാവിനെ നൽകുകയാണ്. അവരനാഥരായി വിടുന്നില്ല ഈശോ. സ്നേഹമുള്ളവരെ, ഒരു പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ കുടുംബത്തിൽ അനാഥത്വം, സ്നേഹിക്കാൻ ആളുകൾ ഉള്ളപ്പോഴും എല്ലാവരും ഉള്ളപ്പോഴും അനാഥത്വം അനുഭവപ്പെടുന്നവർ കുടുംബജീവിതത്തിലുണ്ട്. ഈ ലോകത്തിൽ ധാരാളം പേരുണ്ട്. എത്രയോ മാതാപിതാക്കൾ വാർദ്ധക്യത്തിൽ സ്നേഹിക്കാൻ മക്കളും എല്ലാവരുമുണ്ട്. സമ്പത്തുണ്ടെങ്കിലും അവരൊക്കെ വിദേശത്താണ്. ഒറ്റയ്ക്ക് കഴിയുന്നതിൻ്റെ ഒരു അനാഥത്വം. മക്കളൊക്കെ കൂടെ ഉണ്ടായിരുന്നെങ്കിലെന്ന് ആഗ്രഹിച്ചു പോകുന്ന ചില നിമിഷങ്ങൾ, ജീവിത പങ്കാളി കൂടെ ഉണ്ടായിരുന്നെങ്കിലെന്ന് ആലോചിച്ചു പോകുന്ന, ആഗ്രഹിച്ചു പോകുന്ന നിമിഷങ്ങൾ, അമ്മ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആഗ്രഹിക്കുന്ന മക്കൾ, അപ്പൻ ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നെങ്കിലെന്ന് ആഗ്രഹിക്കുന്ന മക്കൾ. അതെ, പലവിധങ്ങളിൽ അനാഥത്വം, ഒറ്റപ്പെടലുകൾ പേറുന്നവരുണ്ട്. കർത്താവിൻ്റെ വചനം ഇപ്രകാരം പറയുകയാണ്, ദയ തോന്നി എന്നെ കടാക്ഷിക്കണമേ, ഞാൻ ഏകാകിയും പീഡിതനുമാണ്. എൻ്റെ ഹൃദയവിധകൾ ശമിപ്പിക്കണമേ, മനക്ലേശത്തിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ. സങ്കീർത്തകന്റെ പ്രാർത്ഥനയാണത്. എൻ്റെ ഏകാന്തത, എൻ്റെ മനക്ലേശം, എൻ്റെ ഹൃദയവിധകൾ എടുത്തു മാറ്റണമേ എന്ന് കർത്താവ് നൽകുന്ന വാഗ്ദാനം ഇതാണ്. യെശയ്യാ 41:10 കർത്താവ് വാഗ്ദാനം ചെയ്യുന്നുണ്ട്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം, ഞാൻ നിന്നെ ശക്തിപ്പെടുത്തും, ഞാൻ നിന്നെ സഹായിക്കും, എൻ്റെ വിജയകരമായ വലതുകരം കൊണ്ട് നിന്നെ ഞാൻ താങ്ങി നിർത്തും. അതേ സ്നേഹമുള്ളവരെ, ദൈവം നമ്മുടെ കൂടെയുണ്ട്. നമ്മളെ ശക്തിപ്പെടുത്തുവാൻ പരിശുദ്ധാത്മാവ് കൂടെയുണ്ട്. നമ്മൾ അനാഥരായിട്ട് ഈശോ കൈവിടുകയില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെ,
ഞങ്ങളുടെ അനാഥത്തിൻ്റെ ചിന്തകളും വേദനകളും ഒക്കെ മാറ്റി ഞങ്ങളെ വലിയ അഭിഷേകം കൊണ്ട് നിറയ്ക്കണമേ, സന്തോഷം കൊണ്ട് നിറയ്ക്കണമേ എന്ന് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ, പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. അവിടുത്തെ ബലം ഞങ്ങൾക്കാവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. അവിടുത്തെ ബലം ഞങ്ങൾക്കാവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ, പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിക്കായി, കൃപയ്ക്കായി നമ്മുടെ ഏകാന്തതകളും ഒറ്റപ്പെടലുകളും മനക്ലേശങ്ങളും ഹൃദയവ്യഥകളും നമുക്ക് ഈശോയ്ക്ക് സമർപ്പിക്കാം. പരിശുദ്ധാത്മാവെ ഞങ്ങളെ സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് പാടി പ്രാർത്ഥിക്കാം. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ, ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ, ആദിയിലെന്ന പോലാത്മാവേ അധിക ബലം തരണേ, ആദിയിലെന്ന പോലാത്മാവേ അധിക ബലം തരണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ, പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. അവിടുത്തെ ബലം ഞങ്ങൾക്കാവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. അവിടുത്തെ ബലം ഞങ്ങൾക്കാവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ, പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ, പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. ഈശോയുടെ കരങ്ങളിൽ നമ്മുടെ പ്രാർത്ഥനകളെല്ലാം സമർപ്പിക്കാം. പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് ശക്തി തരണമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും മറ്റെല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങൾ സമർപ്പിച്ചുകൊണ്ടും ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുവാൻ നമുക്ക് പ്രാർത്ഥിച്ചൊരുങ്ങാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്
എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.